ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഇനി നിയമ നടപടിക്കില്ല എന്ന് ഷാരോണിന്റെ കുടുംബം 24-നോട്. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണം എന്നതായിരുന്നു ആവശ്യം. കോടതി നടപടിയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും കുടുംബം പറഞ്ഞു. ഷാരോൺ കേസിൽ ഇനി അതിൻ്റെ ശിക്ഷാവിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് 1ഉം 3ഉം പ്രതികൾ, അതായത് ഗ്രീഷ്മയും ഒപ്പം തന്നെ അമ്മാവനും, ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ അവരുടെ വിധി എന്നുകൂടി അറിയാം. ഇപ്പോൾ നമ്മൾ ഷാരോണിൻ്റെ സഹോദരൻ ഷീമോനാണ് 24-നൊപ്പം ചേരുന്നത്. ഇന്നിപ്പോൾ വിധി വരികയാണ്. 2 വർഷം നിങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഒരു അവസാന ദിവസമാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിൽ 2ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തി ഒഴിവാക്കിയിരുന്നു. ഇന്നലെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരുന്നത് ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ ഈ ശിക്ഷാവിധി വന്നതിന് ശേഷം പോകുമെന്നുള്ളതാണ്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഇല്ല, ഹൈക്കോടതിയിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അത് പപ്പയ്ക്ക് സുഖമില്ല, ഒന്നാമത് സുഖമില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് പറഞ്ഞതായിരിക്കാം. ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഗ്രീഷ്മനെ തന്നെയാണ്. പിന്നെ അമ്മാവിനെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ പോലെയുള്ളൊരു വിധി തന്നെയാണ് ഇന്നലെ വന്നത്. പരമാവധി ശിക്ഷ എന്ന് ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഇനി നിയമ നടപടിയുമായി നിങ്ങൾ മുന്നോട്ട് പോകില്ല? ഇല്ലില്ല, അങ്ങനെയൊന്നും പോകുന്നില്ല. ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പം വിധി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മാനിക്കുകയാണ്. എന്തായാലും 2 വർഷം നീണ്ട നിയമ പോരാട്ടം അതിൻ്റെ നീതി പുലരുന്ന ദിവസമാകും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ്. അതെ, ഇന്ന് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോടതിയിൽ വിശ്വാസമുണ്ട്. അതുതന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് 2023 ഒക്ടോബർ 25-നാണ് ഷാരോൺ മരിക്കുന്നത്. 22-നാണ് ഷാരോൺ മരിക്കുന്നത്. അതിനുശേഷം പിന്നീട് നീണ്ട ഒരു 2 വർഷത്തെ നിയമ പോരാട്ടം ഉണ്ടായിരുന്നു. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയാക്കി, കോടതി നടപടികൾ വിസ്താരമൊക്കെ പൂർത്തിയാക്കി വളരെ വേഗത്തിലാണ് അതിൻ്റെ കേസിൻ്റെ നടപടിക്രമങ്ങൾ വന്നത്. അതിനു പിന്നാലെ ഇപ്പോൾ ഇന്നലെ അതിൻ്റെ കോടതി 2 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ഒരാളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇന്ന് ശിക്ഷ എന്തെന്നറിയാം. വലിയ പ്രതീക്ഷയിലാണ് കുടുംബം. നിലവിലുള്ള ഈ 2 പ്രതികളെ കുറ്റക്കാരാണ് എന്ന് വിധിച്ചതിൽ കുടുംബം സംതൃപ്തരാണ്. മറ്റ് നിയമ നടപടികൾ, തുടർ നിയമ നടപടികൾ ഇപ്പോൾ ആലോചിക്കുന്നതും ഇല്ല.